സ്മൃതി, യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കൃത്യമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക് മുന്നിലേക്ക് ഒരു പരാതി വന്നിട്ടുണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു. പക്ഷേ ആ ചോദ്യത്തിന് ഷാഫി പറമ്പിൽ ഉത്തരം പറഞ്ഞിട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ CPIM നേതാക്കൾക്ക് മുന്നിലേക്ക് ഉയർത്തുമോ എന്ന ഒരു മറു ചോദ്യമാണ് ഷാഫി പറമ്പിൽ നിന്നുണ്ടായത്. ആവർത്തിച്ച് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചു. പക്ഷേ കൃത്യമായ രീതിയിൽ 2-3 കാര്യങ്ങൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളിലേക്ക് ഷാഫി പറമ്പിൽ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. ഷാഫി പറമ്പിൽ പറഞ്ഞതനുസരിച്ച്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ തന്റെ നിലപാട് താൻ വിശദീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞതനുസരിച്ചാണ് ഇവിടേക്ക് മാധ്യമങ്ങൾ എത്തിയത്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഇവിടെ ഒരു പ്രതിഷേധം കൂടി ഉണ്ടായിരിക്കുന്നു. സ്മൃതി, മാങ്കൂട്ടത്തിനെതിരെ വന്നു, 8ഓളം സ്ത്രീകൾ തെളിവുകളായിട്ട് വന്നു. എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ വടകര അങ്ങാടിയിൽ നടന്നു പോകുന്ന ആളാണ് മാങ്കൂട്ടോ? ഷാഫിയുടെ വലങ്കയാണ്. ഈ വടകര പ്രതിഷേധിക്കുകയാണ്. വടകര അങ്ങാടി മൊത്തം പ്രതിഷേധിക്കുകയാണ്. സ്മൃതി, ചെറിയ രീതിയിൽ ഒരു പ്രതിഷേധം ഷാഫി പറമ്പിലിന്റെ വാഹനം കടന്നു പോകുമ്പോൾ ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു. DYFI പ്രവർത്തകനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഷാഫി പറമ്പിലിന്റെ വാഹനത്തിന് മുന്നിൽ വന്ന് ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധം നടത്തി. അതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ മറുഭാഗത്തുണ്ടായിരുന്നു. അവർ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. നിലവിലിപ്പോൾ ഇരുഭാഗങ്ങളിലുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും നിൽക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പോലീസും മറുഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്മൃതി, നമുക്ക് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കൂടി കേൾക്കണം. രാജിവെച്ചേമാകൂ. MPയും ഈ MLA കൂടിയുള്ള തിരക്കഥയാണ് വടകരയിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതിന് പിന്തുണയായി വടകര MLA നിൽക്കുകയാണ്. 8ഓളം സ്ത്രീകൾ, ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ, ഒരു കോൺഗ്രസ് മുൻ നേതാവിന്റെ മകളടക്കം 8ഓളം യുവതികൾ തെളിവുമായി പുറത്തു വന്നു. എന്നിട്ട് എന്ത് നടപടിയെടുത്തു? എന്നിട്ടും ചോദിക്കുക ഗോവിന്ദ ഭാഷ കുറിച്ചാണ് പറയുന്നത്. ഒരു ഉടുപ്പുമില്ല, നാളമില്ലാതെയായി ഈ കോൺഗ്രസ് മാറിയില്ലേ? തെരുവിലാണ് പ്രതിഷേധം. ഇവിടെ യുവതികളും അമ്മമാരും പ്രതിഷേധിക്കുകയാണ്. വടകര പ്രതിഷേധിക്കുകയാണ്. ഈ MP രാജിവെച്ചേ പറ്റൂ, MLA രാജിവെച്ചേ പറ്റൂ. ഏതായാലും ഇത് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ച് അവരുടെ സംഘടനാകാരിയാണ്. MLA എന്ന് പറഞ്ഞാൽ ജനകീയമായി ജനങ്ങളെല്ലാം തെരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ആദ്യം രാജിവെക്കേണ്ടത് MLA സ്ഥാനമാണ്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനും ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്കും തെരുവിലിറങ്ങാൻ പറ്റില്ല. ജനങ്ങളെല്ലാം പുറത്തിറങ്ങും. ഏതായാലും സ്മൃതി, അങ്ങനെയാണ് ഇപ്പോൾ DYFIയുടെ ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം MLA രാജിവെക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ഷാഫി പറമ്പിലിനെതിരെയും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഷാഫി പറമ്പിൽ പറഞ്ഞതനുസരിച്ചാണ് മാധ്യമപ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. മറു ചോദ്യം ചോദിച്ചു എന്നതൊഴിച്ചാൽ കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി ഉയർന്നു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവരെല്ലാം ഇക്കാര്യങ്ങളെക്കുറിച്ച് ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല, കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നില്ല എന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ ഒരു മറുപടി ഷാഫി പറമ്പിൽ നൽകിയില്ല. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ CPIM നേതാക്കളോട് ചോദിക്കുമോ എന്നുള്ളൊരു മറുപടിയാണ് ഷാഫി പറമ്പിൽ ഉന്നയിച്ചത്. അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാൻ തയ്യാറാകാതെ തന്റെ വാഹനത്തിൽ കയറി ഷാഫി പറമ്പിൽ MLA ഈ പരിപാടി സ്ഥലത്ത് നിന്ന് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാകാൻ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കിയ 1-2 കാര്യങ്ങൾ, ഇത്തരം ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ട്. കൂടാതെ താൻ മുങ്ങി എന്ന നിലയിൽ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. താൻ മുങ്ങിയതല്ല. ബീഹാറിൽ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ, രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലാണ് താൻ ഉണ്ടായത്. താൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് മുങ്ങേണ്ടത്? KPCC അധ്യക്ഷൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ തന്നെ നേരിട്ടെത്തി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ കവിഞ്ഞ് താൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നാണ് ഷാഫി പറമ്പിൽ കണ്ടത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനാണ്. മാധ്യമങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങൾക്കും മറുപടി പറയാനല്ല എന്ന് വ്യക്തമാണ്.